ഹലോ, ഇന്ന് നമുക്കൊന്ന് ഡൽഹി സുവോളജിക്കൽ പാർക്ക് വരെ പോയാലോ? ഞങ്ങൾ താമസിച്ചിരുന്ന സാക്യത്തിൽ നിന്ന് രാജീവ് ചൗക്ക് വരെ യെല്ലോ ലൈനിൽ പെടുന്ന മെട്രോയ്ക്ക് പോയി. സുപ്രീം കോർട്ട് എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് പാർക്ക് കാണാൻ പോകേണ്ടത്. രാജീവ് ചൗക്കിൽ നിന്നും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കാണിക്കുന്ന ബ്ലൂ ലൈൻ വഴി നടന്ന് അടുത്ത മെട്രോയ്ക്ക് സുപ്രീം കോർട്ടിൽ ഇറങ്ങി. പിന്നെ ഒരു ഓട്ടോയ്ക്ക് പാർക്കിലേക്ക് യാത്രയും തുടങ്ങി. വഴിയുടെ ഇരുവശങ്ങളും പലതരം ചെടികളുടെ പച്ചപ്പും നല്ല വൃത്തിയും. പൂക്കളുള്ള പലതരം ചെടികളും ധാരാളം കാണാമായിരുന്നു. വാഹനത്തിൽ വരുന്നവർക്ക് നല്ല പാർക്കിംഗ് സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് പാർക്കിന്റെ എൻട്രി. ടിക്കറ്റ് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യേണ്ടത്. അതിനുള്ള QR കോഡ് ഒരു മരച്ചുവട്ടിൽ ധാരാളം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗേറ്റിലൂടെ ക്യൂ പാലിച്ച് ഞങ്ങൾ പാർക്കിന്റെ ഉള്ളിലെത്തി. ഒരു തരത്തിലുമുള്ള ആഹാര സാധനങ്ങളോ വലിയ ബാഗുകളോ ഒന്നും അവിടെ അനുവദനീയമല്ല. അതൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമ്മൾ പാർക്കിനുള്ളിൽ കയറാൻ. പാർക്കിന് വെളിയിൽ ഫുഡ് കോർട്ടുണ്ട്. അവിടെ ഒന്നും വയറ് നിറയെ കഴിച്ചിട്ട് അകത്ത് കിടക്കുന്നതാവും ഉത്തമം. വളരെ മനോഹരമായാണ് ഇതിനകം എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് മനോഹരമായി മത്സ്യത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാർക്കിനുള്ളിലെല്ലാം ഫോട്ടോയും വീഡിയോയും എടുക്കുന്നവരെ നമുക്ക് ഒരുപാട് കാണാനാവും. ഈ സൂ മുഴുവൻ ചുറ്റിക്കാണാൻ ഏകദേശം 3-4 മണിക്കൂർ വേണ്ടിവരും. ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നത്. അതിനായി നാം അകത്തുനിന്ന് തന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഓരോ മൃഗത്തിന്റെ കൂടിന് വെളിയിലും അവരെ അഡോപ്റ്റ് ചെയ്തവരുടെ പേരുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനത്തിനായി ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന പേപ്പർ ടാഗ് ഏത് പോയിന്റിൽ നിന്നും വാഹനത്തിൽ കയറി അടുത്ത പോയിന്റിലേക്ക് പോകാൻ നമുക്ക് ആവശ്യമാണ്. മനോഹരമാണ് ഇതിനുള്ളിലൂടെയുള്ള യാത്ര. പക്ഷേ ഇന്ന് ചൂടൽപ്പം കൂടുതലാണ് കേട്ടോ. ക്യാപ്പ് എടുക്കാൻ മറന്നത് വല്ലാത്ത പാരയായിപ്പോയി. പലതരത്തിലുള്ള മൃഗങ്ങൾ ഇവിടെ ശാന്തതയോടെ ജീവിക്കുന്നു. അവർക്ക് നടക്കാനും കളിക്കാനും ഓടി നടക്കാനും എല്ലാം ആവശ്യത്തിന് സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ. പാർക്കിന്റെ പലയിടങ്ങളിലായി തണുത്ത കുടിവെള്ളം ഉള്ളത് ക്ഷീണത്തെയും നിർജ്ജലീകരണത്തെയും തടയാൻ സഹായകരമാണ്. ഒരുപാട് ഡസ്റ്റ്ബിന്നുകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത് ആരും വേസ്റ്റുകൾ വലിച്ചെറിയാതെ എല്ലായിടവും വൃത്തിയായിരിക്കാൻ സഹായിക്കുന്നു. കൂട്ടം തെറ്റിയാണ് അല്ല അതില്ല വേറെ ഒന്നതിനോട് കൊമ്പ് ജ്യൂസുകളും ഐസ്ക്രീമുകളും മറ്റും കൊടുക്കുന്ന സ്റ്റോളുകൾ ഇടയ്ക്കിടെ പാർക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാൻ പലയിടങ്ങളിലായി വിശ്രമ സങ്കേതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇലക്ട്രിക് വാഹനങ്ങൾ കടന്നു പോകുന്നതായി നമുക്ക് കാണാം. അടുത്ത കാഴ്ചകളിലേക്ക് പോകാനായിട്ട് നമുക്കതിൽ കയറാവുന്നതുമാണ്. വലുതും ചെറുതുമായ മൃഗങ്ങൾ മാത്രമല്ല, പലതരം പക്ഷികളും പലയിനം കോഴികളെയും ഇവിടെ കാണാം. പാർക്കിൽ വന്ന ഏതോ കുട്ടിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത ജ്യൂസിന്റെ കുപ്പി കടിച്ചു മുറിച്ച് ആസ്വദിച്ചു കുടിക്കുകയാണ് കുരങ്ങൻ. ഇതാണ് ഭക്ഷണ സാധനങ്ങൾ ഇവിടെ അനുവദിക്കാത്തതിന്റെ പ്രധാന കാരണം. വളരെ മനോഹരമായ ഗ്രൗണ്ട് ഏരിയകൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. നടന്ന് ക്ഷീണിക്കുന്ന പലരും മരത്തണലിൽ കിടന്ന് വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. കണ്ണുകൾക്ക് കുളിർമയേകാൻ പൂക്കളാൽ നിറഞ്ഞ മരങ്ങളും ചെടികളും എല്ലാം ഈ പാർക്കിലുണ്ട്. ഇഴജന്തുക്കളുടെ ലോകത്തേക്ക് ഒന്ന് പോയാലോ? പലതരത്തിലുള്ള പാമ്പുകളെയും ആമക്കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. चलते तो अच्छा लगता है।
പാർക്കിൻ്റെ അവസാനം ഒരു ഗേറ്റിനുള്ളിൽ നല്ലൊരു ചെറിയ ഗാർഡൻ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് നേരെ ഞാനങ്ങ് ചെന്നു. അപ്പോൾ സെക്യൂരിറ്റി പുറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, അങ്ങോട്ട് കയറാൻ പാടില്ലത്രേ. പിന്നെ കിട്ടിയതുമായി പുറത്തേക്ക് പോകേണ്ടി വന്നു. ചൂട് സഹിക്കാൻ വയ്യാത്തത് കാരണം മുഴുവൻ പാർക്ക് കാണാൻ ഞങ്ങൾ നിന്നില്ല കേട്ടോ. വിശപ്പ് തുടങ്ങിയപ്പോൾ പിന്നെ ഇലക്ട്രിക് വണ്ടിയിൽ കയറി ഞങ്ങൾ തിരികെ ഇഞ്ഞു പോന്നു. തിരികെ പോകുന്ന വഴി ഹൈറ്റ് എത്രയെന്ന് കൂടി അറിഞ്ഞു പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ദാ അവിടെയാണ് ഫുഡ് കോർട്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം, വീട്ടിലെത്തണം. അടുത്ത ഡൽഹി സന്ദർശനത്തിലാവാം ബാക്കിയുള്ള പാർക്കിൻ്റെ ഭാഗങ്ങൾ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.